പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കാസർഗോഡ് സർപ്രൈസ് ഒരുക്കി 4 പഞ്ചായത്തുകൾ. ഇവിടെ 3 മുന്നണികളിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. ബദിയുടുക്ക, ബെള്ളൂർ, ദേലംപടി, പുല്ലൂർ പെരിയ, പുത്തുകൈ പഞ്ചായത്തുകളിലെ ഭരണമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, എന്തായാലും ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ തിരഞ്ഞെടുപ്പ് ഏകദേശം രാവിലെ 10:30 നടക്കുക. എന്തായാലും സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് ഈ 4 പഞ്ചായത്തുകളും. കാരണം വ്യക്തമായ ഒരു ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് ആരാണ് പഞ്ചായത്തിന്റെ ഭരണം, പഞ്ചായത്ത് നയിക്കാൻ പോകുന്നത് ആര് എന്നൊരു കാര്യത്തിൽ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയില്ല. എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ? നിലവിൽ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഈ ബദിയടുക്ക പഞ്ചായത്തിൽ 21 സീറ്റിൽ UDF 10 സീറ്റിലും NDA 10 സീറ്റിലും LDF 1 സീറ്റിലുമാണ് വിജയിച്ചിട്ടുള്ളത്. LDFന്റെ പിന്തുണ ആർക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. LDFനെ പിന്തുണയ്ക്കുമോ അതോ BJPയെ പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ് ആകാംക്ഷപൂർവ്വം നോക്കിക്കാണുന്നത്. ലഭിക്കുന്ന സൂചനകൾ പ്രകാരം UDFനെ പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ബദിയടുക്ക പഞ്ചായത്തിൽ ഒരു സർപ്രൈസ് ഒളിഞ്ഞിരിക്കുകയാണ്. ബേളൂർ പഞ്ചായത്തിലും സ്ഥിതി അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. NDAക്ക് 6 സീറ്റ്, അതായത് 14 സീറ്റുകളുള്ളതിൽ NDAക്ക് 6 സീറ്റും സ്വതന്ത്രർക്ക് 6 സീറ്റും LDFന് 2 സീറ്റുമാണുള്ളത്. അതായത് BJPക്കാണ് ഇവിടെ പാർട്ടികളിൽ മൃഗീയ ഭൂരിപക്ഷമുള്ളത്. പക്ഷേ സ്വതന്ത്രനായി നിന്ന് ജയിച്ചവരും LDFന്റെ സാരഥികളും കൂടി 8 പേരോളം വരും. ഇത് വലിയ രീതിയിലുള്ള തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. BJPയിൽ നിന്ന് തന്നെ പോയ 2 പേരാണ് ഈ വിജയിച്ചു കയറിയിട്ടുള്ളത്. സ്വതന്ത്രരായി നിന്ന് വിജയിച്ചു കയറിയിട്ടുള്ളത്. പാർട്ടിയിലെ ഭിന്നത കൊണ്ട് അവർ ആ ഘട്ടത്തിൽ മത്സരിച്ച് വിജയിച്ചതാണ്. ഇവർ ഒരുപക്ഷെ BJPയിലേക്ക് തിരിച്ചു പോയാൽ ഈ ബേളൂർ പഞ്ചായത്തിന്റെ ഭരണം NDAക്ക് ലഭിക്കും. അങ്ങനെയെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാകും ഈ തെരഞ്ഞെടുപ്പ് കൂടി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദേലമ്പാടി പഞ്ചായത്ത്. ആകെ 17 സീറ്റുകളുള്ളതിൽ UDFന് 4 സീറ്റും LDFന് 5 സീറ്റും NDAക്ക് 5 സീറ്റുമാണുള്ളത്. 3 സ്വതന്ത്രരുടെ പിന്തുണയുണ്ട്. ഈ സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി ഈ UDF ഭരണം പിടിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഉറപ്പിക്കാനായിട്ടില്ല. NDAക്കും LDFനുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കക്ഷിനിലയുള്ളത്. പക്ഷേ 3 സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി 4 സീറ്റുകളുള്ള UDF ഭരണം പിടിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ പുല്ലൂർ പെരിയ പഞ്ചായത്ത്. ഇവിടെ 9 സീറ്റുകൾ വീതമാണ് LDFും UDFും വീതമാണ് നേടിയിട്ടുള്ളത്. ഇതിൽ 1 സീറ്റ് BJPക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ BJPക്ക് ലഭിച്ച സീറ്റ് LDFന് അല്ലെങ്കിൽ UDFന് പിന്തുണ നൽകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തിന്റെ കാര്യം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ കൃപേഷിന്റെയും ശരത്ലാലിന്റെയൊക്കെ ആ പഞ്ചായത്താണ്. അവരുടെ ഇരട്ട കൊലപാതകത്തിന് ശേഷം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അപ്പാട് തന്നെ മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ ഭരണം UDFനായിരുന്നു. ഇത്തവണ ആർക്കായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ആരെ പിന്തുണച്ചാലും അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കിടയാക്കും. എന്തായാലും LDF UDFനെ പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. BJP ആരെ പിന്തുണയ്ക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ മറ്റൊരു പഞ്ചായത്ത് പുത്തുകൈ പഞ്ചായത്താണ്. ഇവിടെ 16 സീറ്റുകളാണുള്ളത്. ഇവിടെ LDFന് 5 സീറ്റും UDFന് 5 സീറ്റും NDAക്ക് 2 സീറ്റും അദ്ദേഹത്തിന് 4 സീറ്റുമാണുള്ളത്. ഇവിടെ ഒരു പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ UDF ഭരണം പിടിക്കുമെന്നാണ്. അതായത് 3 സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി തന്നെ UDF ഭരണം പിടിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഒരു 10 മണിക്ക് 10:30ക്ക് ശേഷമാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരിക. 5 പഞ്ചായത്തുകളിലാണ് ഇത്തരത്തിൽ ഒരു ഭരണ പ്രതിസന്ധി ഉള്ളത്. ആരെ പിന്തുണച്ചാലും അത് വലിയ രീതിയിലുള്ള വാർത്തയാകും. BJP CPMനെ പിന്തുണച്ചാലും CPM BJPനെ പിന്തുണച്ചാലും UDF LDFനെ പിന്തുണച്ചാലും ഒക്കെ വലിയ രീതിയിലുള്ള വാർത്തയാകും. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ഈ മുന്നണികൾ തയ്യാറാകുമോ എന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ നീക്കുപോക്കുകൾക്ക് മുന്നണി തയ്യാറാകില്ല എന്നുള്ളൊരു സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. രേണുക.
ശരി ജോസഫ്, എന്തായാലും കാസർഗോഡ് സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് ഈ 4 പഞ്ചായത്തുകളും. എന്തായാലും ഇതിൽ ആരുടെ പിന്തുണ എന്നതാണ് ഇന്ന് ഏകദേശം 10:30 എന്തായാലും അതിൻ്റെ ഒരു തീരുമാനമാകും. ഏകദേശം 10:30 തന്നെ എന്തായാലും പഞ്ചായത്തുകളുടെ ചിത്രം എന്തായാലും പൂർണ്ണമാകും എന്ന് വേണം പറയാൻ. ആരെ പിന്തുണയ്ക്കും? എന്തായാലും ബി ജെ പി സി പി എമ്മിനെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ CPM കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയോ ചെയ്താലും ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ച തന്നെയാകും എന്ന് തന്നെയാണ് ജോസഫും പറയുന്നത്. കാരണം വ്യക്തമായ ഭൂരിപക്ഷം ആർക്കുമില്ല, സ്വതന്ത്രന്മാരുണ്ട്. ഈ സ്വതന്ത്രന്മാരും കൂടെ ആരെ പിന്തുണയ്ക്കുന്നുവോ അവർക്കാണ് എന്തായാലും വ്യക്തമായ ഒരു സീറ്റ് ലഭിക്കുക എന്നതാണ് ഇപ്പോൾ ജോസഫും വ്യക്തമാക്കിയത്. കാസർഗോഡ് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് ജോസഫ് അഗസ്റ്റിനാണ്.